ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു സ്റ്റഡ്സ് തണ്ടർ ഹെൽമെറ്റ് വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. സ്റ്റഡ്സ് തണ്ടർ D11 ആണ് ഹെൽമെറ്റിൻ്റെ നെയിം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നത് സ്റ്റഡ്സിൻ്റെ തന്നെ തണ്ടർ ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ തൊലഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ വില 1985 അടിച്ചിരിക്കണം, പക്ഷേ അത്രയൊന്നുമില്ല. 1659 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രീ വൈസറും ഉണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതെന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് 1659 രൂപയാണ്. ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 1700 രൂപയ്ക്ക് 2000 ഇടയ്ക്കാണ് ചില സമയത്തൊക്കെ ഇതിൻ്റെ വില വരുന്നത്. ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലും ചില സമയത്തൊക്കെ ഈ വിലയ്ക്കൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാനെന്തായാലും ഒരു റെഡ് ഹെൽമെറ്റാണ് ഓർഡർ ചെയ്തത്. ആ സംഭവം അത് തന്നെയാണ് വന്നത്. എന്തായാലും ഞാൻ ഈ ഹെൽമെറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് ഇത് അത്യാവശ്യം കംഫർട്ടാണ്, പിന്നെ ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ ഞാൻ അധികം സ്പീഡിൽ നിന്ന് വണ്ടി ഓടിക്കുന്ന ആളുമല്ല. അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് സെലക്ട് ചെയ്തത്. നല്ല രീതിക്ക് തന്നെ ഒരു പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ഗ്ലോസി ഫിനിഷുള്ള ഹെൽമെറ്റാണ് കേട്ടോ. അതിൽ ആ 16 നമ്പറൊക്കെ കാണാൻ വേണ്ടി തണ്ടറിൻ്റെ ബാഡ്ജിങ് വരെ കാണാൻ പറ്റും നമുക്ക്. ചിലതിൽ മാറ്റ് ഫിനിഷിംഗ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്. എനിക്ക് ഗ്ലോസി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ അതിലെന്തായാലും. നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ക്ലിയർ വൈസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു വൈസറും കൂടെ അല്ലാതെ തന്നെ ഒരു കളർ വൈസറും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതാണിത്. ഇത് കളർ വൈസറാണ്. ഇതിപ്പോൾ നമുക്ക് ഡേ ലൈറ്റിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിരാവിലെയും ഇത്തിരി സന്ധ്യ സമയത്തൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. ഇത് നമുക്ക് ഡേ ലൈറ്റിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഉച്ച സമയത്തൊക്കെ ബൈക്ക് ഓടിക്കുമ്പം ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. നമുക്ക് വെയിലധികം മുഖത്തോട്ട് അടിക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു ഉപയോഗമുണ്ട് ഇതിൽ. പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസൊക്കെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ചുമ്മയാണ്. സ്ക്രാച്ചൊക്കെ വീഴും എന്തായാലും. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഈ ഹെൽമെറ്റ് തന്നെയാണ്, വേറെ കളറാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് സ്പോയിലറും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആദ്യ സമയത്ത് ഇതിൻ്റെ കൂടെ ഈ സ്പോയിലർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു സ്മോക്കി പോലുള്ളൊരു സ്പോയിലറാണ് കേട്ടോ. സ്ക്രൂ ചെയ്തിട്ടുള്ള സ്പോയിലറാണ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ISIയും ഡോട്ട് സർട്ടിഫിക്കറ്റുമാണ്. 1300 ഗ്രാമേ ഉള്ളൂ ഹെൽമെറ്റ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഈ ബക്കിള് തുരുമ്പിക്കത്തില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയത്തില്ല, അതൊക്കെ നമ്മൾ ഉപയോഗത്തിൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എയർ വെൻസ് ഉണ്ട്, മുകളിൽ 2 ഉണ്ട്. അതിൻ്റെ ഇൻടേക്കാണത്. ഈ 2 സൈഡിലും ഉണ്ട്. എന്തായാലും അത് നമ്മളെ ഈ സ്റ്റഡ്സിൻ്റെ മുമ്പ് തൊട്ടേ ഉള്ളതാണ്. പിന്നെ സ്റ്റഡ്സിൻ്റെ ഒരു കവറും കൂടെ കിട്ടിയിട്ടുണ്ട്. കവറ് സഞ്ചി ഇതൊക്കെ അരി വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം കേട്ടോ. അത് കൊള്ളാം എന്തായാലും. പിന്നെ ഇതിൻ്റെ ഒരു ലുക്കും ഡിസൈനും എന്നൊക്കെ പറഞ്ഞാൽ ഒരു എയറോഡൈനാമിക് പോലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. പിന്നെ ഇത് ക്ലിയർ വൈസറാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇത് പിന്നെ നമുക്കിപ്പോൾ ജോലിക്കൊക്കെ അതിരാവിലെയൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ ക്ലിയർ വൈസറാണ് നല്ലത്. സന്ധ്യാസമയത്തൊക്കെയാണ് തിരിച്ച് വരുന്നതെങ്കിൽ ഈ ക്ലിയർ വൈസറാണ് കുറച്ചും കൂടെ ബെറ്റർ. അല്ലാതെ ഒരു 10 to 5 ആ ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലാത്ത മറ്റേ കളർ വൈസർ ഉപയോഗിക്കാം. നല്ലൊരു ലുക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സ്റ്റഡ്സിൻ്റെ ബാഡ്ജിങ് ഇല്ല, അതൊരു രസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലരൊക്കെ ഇവിടെ സ്റ്റഡ്സ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കും. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സും കൊള്ളാം എന്തായാലും. നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നല്ല രസമായിട്ടൊരു ഗ്ലോസി ഫിനിഷിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല രസമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ പുറകിൽ മാത്രമേ സ്റ്റഡ്സിൻ്റെ ബാഡ്ജിങ് ഉള്ളൂ, അതും നല്ല രസമാണ്. ഈ സ്പോയിലർ ഇതിന് നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. മുമ്പാണെങ്കിൽ സ്പോയിലർ ഇല്ലായിരുന്നു, പിന്നെ വന്നൊരു പ്ലാസ്റ്റിക് ടൈപ്പ് സ്പോയിലറാണ് പിന്നീട് സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റിൽ വന്നത്. അത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒട്ടിപ്പ് കണക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ചെയ്ത് ഇതിൻ്റെ ഒരു ഡിസൈനിൽ തോന്നുന്ന രീതിയിലുള്ള സ്പോയിലറാണ് കൊടുത്തിട്ടുള്ളത്. അത് ഹെൽമെറ്റിനൊരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിലയും മറ്റ് ഹെൽമെറ്റുകളെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ നല്ല ഒരു കുറവ് വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടിയ ഹെൽമെറ്റ് ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഷിഫ്റ്ററുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് LS2 അങ്ങനെയുള്ള ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് അല്ലാതെ ഒരു അധികം പൈസ ഹെൽമെറ്റിന് വേണ്ടി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിക്കുള്ള ഒരു കംഫർട്ടും ലൈറ്റ് വെയ്റ്റുമാണ്, സേഫ്റ്റിയൊക്കെ ഉള്ള ഹെൽമെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കൊരു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.